ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഗിവ് കോംപ്ലിമെൻറ്റ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മൾ കോംപ്ലിമെൻറ്റ്സുകൾ നൽകുക എന്നുള്ളതാണ്. കോംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്തു, അത് മറ്റൊരാൾ കണ്ടിട്ട് അതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം നല്ലതാണ് എന്ന് പറയുന്നതിനാണെന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നല്ലൊരു ഡ്രസ്സ് ധരിച്ചു, അപ്പോൾ അതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയാം. നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തു, നല്ലൊരു വിഭവം തയ്യാറാക്കി കൊടുത്തു, നല്ലൊരു പ്രൊജക്റ്റ് ചെയ്തു കൊടുത്തു, ഇങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ചെയ്തിട്ട് അത് നല്ലതാണ്, അതിനെക്കുറിച്ച് പൊക്കി പറയുന്ന രീതികളാണ് എന്ത് കോംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാനൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞ് മറ്റൊരാൾ അതിനെപ്പറ്റി നല്ലത് പറയുന്നത് ഞാൻ കേട്ട് കഴിഞ്ഞാൽ എനിക്കത് വളരെ ഹൃദ്യമാണ്, ആസ്വാദികരമാണ്, ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ഒരുപോലെ അല്ല ഇത് ചെയ്യുന്നത്, പല സിറ്റുവേഷനിലും നമ്മൾ പല രീതിയിലാണ് കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഹൗ ടു ഗിവ് കോംപ്ലിമെൻറ്റ്സ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൗ ടു ഗിവ് കോംപ്ലിമെൻറ്റ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ കോംപ്ലിമെൻറ്റ്സ് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയ സമയത്ത് അവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരി അല്ലെങ്കിൽ ഭാര്യ, വീട്ടുകാർ വളരെ മധുരകരമായിട്ട്, വളരെ രസകരമായിട്ട്, ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു വിഭവം എനിക്ക് ഉണ്ടാക്കി തന്നു. ഒരു കേക്കാവട്ടെ ഉണ്ടാക്കി തന്നു. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരോട് പറയുന്ന കാര്യങ്ങൾ, വാക്കുകൾ, അതെല്ലാം നല്ലതാണെങ്കിൽ കോംപ്ലിമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരാൾ പറയാണ് യുവർ കേക്ക് ഈസ് വെരി ഡെലീഷ്യസ്, യുവർ കേക്ക് ഈസ് റിയലി ഡെലീഷ്യസ്. നിങ്ങളുടെ കേക്ക് തീർത്തും ഡെലീഷ്യസ് ആണ്, ശരിക്കും ഡെലീഷ്യസ് ആണ്, വളരെ ഹൃദ്യമാണ്, മാധുര്യമുള്ളതാണ്, അടിപൊളിയാണ് എന്നൊക്കെയാണ് ഈ പറയുന്നത്. അപ്പം എങ്ങനെയാണ്? യുവർ കേക്ക് ഈസ് റിയലി ഡെലീഷ്യസ്. നിങ്ങളുടെ കേക്ക് തീർത്തും വളരെ ഡെലീഷ്യസ് ആണ്, വളരെ മാധുര്യമുള്ളതാണ്, വളരെ അടിപൊളിയാണ്, വളരെ നല്ലതാണ്, രസകരമാണ്, ടേസ്റ്റിയാണ്, യമ്മിയാണ് എന്നൊക്കെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. യുവർ കേക്ക് ഈസ് റിയലി ഡെലീഷ്യസ്. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ് യുവർ ഫ്രൈഡ് റൈസ് ഈസ് റിയലി ഡെലീഷ്യസ്. യുവർ ഫ്രൈഡ് റൈസ് ഈസ് റിയലി ഡെലീഷ്യസ്. നിങ്ങൾ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ, അത് റിയലി കിടിലൻ സാധനമാണ്, അടിപൊളിയാണ്, ഡെലീഷ്യസ് ആണ്, കിടുക്കാഴ്ചയാണ്. യെസ്, യുവർ ഫ്രൈഡ് റൈസ് ഈസ് റിയലി ഡെലീഷ്യസ്. ഭക്ഷണ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോംപ്ലിമെൻറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വേർഡാണ് ഡെലീഷ്യസ് എന്ന് പറയുന്നത്. നമുക്ക് പകരം ടേസ്റ്റി എന്ന് പറയാം, യമ്മി എന്ന് പറയാം, പല വാക്കും നമുക്ക് പറയാൻ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അമേസിങ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഭക്ഷണമാകുമ്പോൾ ഏറ്റവും കൂടുതൽ ക്യാച്ച് ആവുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് യെസ്, ഡെലീഷ്യസ് എന്നുള്ളത് തന്നെയാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് ചെന്നു, അല്ലെങ്കിൽ ഒരാളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അയാളുടെ ഒരു ആർട്ട് നമ്മൾ കണ്ടു, ബോട്ടിൽ ആർട്ട്. പഴയ കുപ്പികളുമുണ്ട്, ബോട്ടിലുമുണ്ട്, പല രീതിയിലുള്ള പിന്നെന്താണ് വളരെ മനോഹരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കി അയാൾ നല്ലൊരു കലാകാരനാണ്. അപ്പോൾ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിന് നമ്മൾ കോംപ്ലിമെൻറ്റ് കൊടുക്കുകയാണ്. യുവർ ബോട്ടിൽ ആർട്ട് ഈസ് റിയലി അമേസിങ്. യുവർ ബോട്ടിൽ ആർട്ട് ഈസ് റിയലി അമേസിങ്. നിങ്ങളുടെ ബോട്ടിൽ ആർട്ട് എന്ന് പറയുന്നത് റിയലി അമേസിങ് ആണ്, അടിപൊളിയാണ്, വളരെ എന്താ പറയുക, നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കിടുക്കാച്ചി സാധനമാണ്, നല്ല അമേസിങ് ആയിട്ടുള്ള ഒന്നാണ്. എങ്ങനെയാണ് പറയുന്നത്? യുവർ ബോട്ടിൽ ആർട്ട് ഈസ് റിയലി അമേസിങ്. ഇതിന് പകരം നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം, യുവർ ബോട്ടിൽ ആർട്ട് ഈസ് റിയലി വണ്ടർഫുൾ. അതിശയകരം തന്നെയാണ്, ഇതുപോലെ ഞാൻ കണ്ടിട്ടേ ഇല്ല, അത്ഭുതം തന്നെയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? യുവർ ബോട്ടിൽ ആർട്ട് ഈസ് റിയലി വണ്ടർഫുൾ എന്നോ റിയലി അമേസിങ് എന്നോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് ഉണ്ടാക്കിയ ആ ഒരു കലാകാരന് ഭയങ്കരമായൊരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ, സന്തോഷമൊക്കെ മനസ്സിന് കിട്ടും. കൂടുതൽ നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മനസ്സിനൊരു താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ ഒരാൾ അതിമനോഹരമായ ഒരു വസ്ത്രം ധരിച്ചത് നമ്മൾ കണ്ടു. അപ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റിയില്ല. ആ വസ്ത്രത്തിൽ ആ ആള് അതിമനോഹരിയാണ്, ആ പെൺകുട്ടി അതിസുന്ദരിയാണ്. അപ്പോൾ നമുക്കത് പറയണം. അപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ സുന്ദരി എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഗോർജിയസ് എന്നാണ് പറയുന്നത്, ഗോർജിയസ്. അപ്പോൾ ആ വസ്ത്രത്തിൽ അവൾ ഭയങ്കര ഗോർജിയസ് ആണെന്ന് നമ്മൾ പറയാണ്. അപ്പോൾ നമ്മൾ പറയാണ് യു ലുക്ക് റിയലി ഗോർജിയസ് ഇൻ ദിസ് ഔട്ട്ഫിറ്റ്. ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ചതിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചത്. യു ലുക്ക് റിയലി ഗോർജിയസ് ഇൻ ദിസ് ഔട്ട്ഫിറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്ഫിറ്റ് എന്ന് കിട്ടുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രസ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ യു ലുക്ക് റിയലി ഗോർജിയസ് ഇൻ ദിസ് ഡ്രസ്. ഈ വസ്ത്രം ഇട്ടിട്ട് നീ വളരെ
പ്രറ്റിയാണ്, ഗോർജിയസ് ആണ്, സുന്ദരിയായിട്ടാണ് തോന്നുന്നത്. യു ലുക്ക് റിയലി ഗോർജിയസ് ഇൻ ദിസ് ഔട്ട്ഫിറ്റ്. അതുപോലെ തന്നെ അതൊരു പുരുഷനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഗോർജിയസ് എന്ന് മാറ്റിയിട്ട് നമുക്ക് ഹാൻസം എന്ന് പറയാം. യു ലുക്ക് റിയലി ഹാൻസം ഇൻ ദിസ് ഔട്ട്ഫിറ്റ്. ഈ ഡ്രസ്സിൽ നിന്നെ കാണാം വളരെ സുന്ദരനായിട്ടുണ്ട്, ഹാൻസം ആയിട്ടുണ്ട്. യു ലുക്ക് റിയലി ഹാൻസം ഇൻ ദിസ് ഔട്ട്ഫിറ്റ്. ഇങ്ങനെയും പറയാന്നുള്ളതാണ്. ഇനിയിപ്പോ ഒരാള് നമ്മളോട് ഇങ്ങനെയൊക്കെ കോംപ്ലിമെന്റ് തരുന്നുണ്ട്, അപ്പൊ നമ്മൾ തീർത്തും ചിരിച്ചുകൊണ്ട് തള്ളാതെ അതിനൊരു നന്ദി അങ്ങോട്ട് പറയുന്നത് നല്ലതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേമാണ് ദാറ്റ് ഇസ് സോ കൈൻഡ് ഓഫ് യു. നിങ്ങൾ വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്, ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ്. ദാറ്റ് ഇസ് സോ കൈൻഡ് ഓഫ് യു ടു സേ സോ. നിങ്ങൾ അങ്ങനെ പറഞ്ഞതിൽ വളരെ നന്നായിട്ടുണ്ട്, നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ദാറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു ടു സേ സോ. നിങ്ങൾ അങ്ങനെ പറഞ്ഞത് വളരെ നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള. അതുപോലെ തന്നെ ഒരാള് ഒരു വേദിയിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സഭയിൽ ഒരു കാര്യം നന്നായിട്ട് പ്രസന്റ് ചെയ്തു. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ്, അത് കണ്ട് നമ്മൾ വളരെയധികം ഇംപ്രസ്ഡ് ആയി. അപ്പോൾ നമ്മൾ പറയാണ് യുവർ പ്രസന്റേഷൻ വാസ് ഗ്രേറ്റ്. യുവർ പ്രസന്റേഷൻ വാസ് ഗ്രേറ്റ്. നിങ്ങളുടെ പ്രസന്റേഷൻ ഗ്രേറ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു, മികച്ചതായിരുന്നു. യുവർ പ്രസന്റേഷൻ വാസ് റിയലി ഗ്രേറ്റ്. നിങ്ങളുടെ പ്രസന്റേഷൻ എന്ന് പറയുന്നത് തീർത്തും മഹത്തരമായിരുന്നു, അടിപൊളിയായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം പറയും, ഓ താങ്ക് യു വെരി മച്ച്, ഓ താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ആ പറഞ്ഞതിന് നന്ദിയുണ്ട് കേട്ടോ, എന്നെ പുകയത്തിയതിന് നന്ദിയുണ്ട്, ഓ താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല രീതിയിൽ നമുക്ക് കോംപ്ലിമെന്റ്സ് കൊടുക്കാം. നല്ലൊരു കാര്യമാണ്. നമ്മൾ അങ്ങോട്ട് കോംപ്ലിമെന്റ്സ് കൊടുത്താൽ മാത്രമേ നമ്മൾ നല്ല ചെയ്താൽ മറ്റുള്ളവർ എന്ത് പറയുള്ളൂ, നമുക്കും കോംപ്ലിമെന്റ്സ് തരുള്ളൂ, അതിനെക്കുറിച്ച് നല്ലത് പറയുള്ളൂ. അപ്പോൾ ഇനി മുതൽ എന്ത് ചെയ്യാം, നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഇതുപോലെ നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയാൻ വേണ്ടി പരിശീലിക്കുക, അതും ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആളുകളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.